നിങ്ങൾ ഈ കൈ നീട്ടുന്നവർക്കൊക്കെ കയ്യിൽ പൈസ വെച്ച് കൊടുക്കുന്നത് ഒരു രാജ്യദ്രോഹ കുറ്റമാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളൊരു ഭിക്ഷക്കാരന് പൈസ കൊടുക്കുമ്പോൾ പൈസ വാങ്ങിയിട്ട് തിരിഞ്ഞു നോക്കാതെ പോവില്ലല്ലോ, അദ്ദേഹം ഒന്ന് തൊഴുതിട്ടൊക്കെയാണ് പോവുക. അപ്പോൾ നിങ്ങൾക്കൊരു കിക്ക് കിട്ടും. അതൊരു കെമിക്കൽ റിയാക്ഷനാണ്. അത് നിങ്ങൾ കുറച്ച് തവണ കിട്ടി ശീലിച്ചല്ലേ. അത് എവിടെ കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു പോയിന്റ് ഉണ്ട്. കൈ നീട്ടുന്നവരെല്ലാം ഭിക്ഷാടനത്തിന് ഈ പൈസക്ക് യോഗ്യരൊന്നുമല്ല. കോട്ട് സൂട്ടിട്ടിട്ട് ഒരു മനുഷ്യൻ ടിപ് ടോപ്പ് ആയിട്ട് വന്നിട്ട് ടേക്ക് എ ലോട്ടറി എന്ന് പറഞ്ഞാൽ ആ പാവത്താൻ ഫീലില്ലേ, ആ പാവത്താൻ ഫീലിനെ മാർക്കറ്റിലേക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. ട്രൂ ലവ് സാധനമൊന്നും എല്ലാം ഒരു ഡോപ്പമൈൻ ആണ് ശരിക്കും. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ശരിക്കും മനുഷ്യനെയാണോ സ്നേഹിക്കുന്നത്, ഏതോ ഒരു അനുഭവത്തെയാണോ സ്നേഹിക്കുന്നത്? എൻ്റെ മുന്നിൽ പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പ്രോസ്റ്റിറ്റ്യൂഷനും ചെയ്തുകൊണ്ട് പിന്നെ ഡിപ്രഷൻ വരാതിരിക്കുമോ, നിങ്ങൾക്ക് ടെൻഷൻ വരാതിരിക്കുമോ? നിങ്ങൾ ആ പണി നിർത്തുന്നാലേ ഇതൊക്കെ ശരിയാവുള്ളൂ എന്ന് ഞാൻ പറയില്ല. നിങ്ങളെ ഒരു വിലയില്ലാത്ത ഒരവസ്ഥ നിങ്ങളൊരു സ്ഥലത്ത് സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വില ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരേ ഒരു വഴി. ഓരോ മനുഷ്യനും 4 സ്റ്റൈൽസ് ഓഫ് ലൈഫ് ഉണ്ട്. എനർജി സ്റ്റൈൽ, വാല്യൂ സ്റ്റൈൽ, കോഗ്നിറ്റീവ് സ്റ്റൈൽ ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഇതിലെ ഡിഫറൻസ് അനുസരിച്ച് എനർജി സ്റ്റൈൽ എന്ന് പറഞ്ഞ ഉദാഹരണം പറയാം, ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്. അവൈലബിലിറ്റി കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഒരു പല വാക്കുകളിലും പറയുന്നുണ്ടല്ലോ. നമ്മൾ ഒരു സ്ഥലത്ത് കൂടുതൽ അവൈലബിലിറ്റി ഉണ്ടാവരുതെന്നൊരു സ്ഥലത്ത് ഞാൻ കേട്ടു. അതെ, എന്താണ് അത് അങ്ങ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് നമ്മൾ സാധാരണ ആത്മാർത്ഥത കൂടുമ്പോൾ കൂടുതൽ അവൈലബിലിറ്റി ഉണ്ടാവാനല്ലേ നോക്കുക? ഇപ്പൊ എന്റെ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെന്നാൽ മാത്രം സന്തോഷം കിട്ടുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ അവൈലബിലിറ്റി കുറച്ചാൽ നമുക്ക് എങ്ങനെയാണ് ആ ഒരു കാര്യം എങ്ങനെയാണ് നിങ്ങൾക്കിത് ഒരു ട്രയാങ്കിൾ ഉണ്ട് മനസ്സിലാക്കാൻ. നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നിൽക്കുന്നു, നിങ്ങൾ അവിടേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾ ഹാപ്പി ആകുന്നു, അവരും ഹാപ്പി ആകുന്നു. അതാണ് പോയിന്റ് 1. പോയിന്റ് 2, നിങ്ങളൊരു ഗ്രൂപ്പ് ആളുകളുടെ അടുത്തേക്ക് പോകുന്നു, അവിടെ അവർ ഹാപ്പി ആകും നിങ്ങളുള്ളത് കൊണ്ട്, പക്ഷെ നിങ്ങൾ ഹാപ്പിയല്ല, നിങ്ങളുടെ ബാധ്യതയാണ് ആ പോവല്. പോയിന്റ് 2. രണ്ടാമത്തത്, നിങ്ങളൊരു ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് പോകുന്ന അവർക്കൊരു ശല്യമാണ്, നിങ്ങൾക്ക് സന്തോഷം കിട്ടും. ഇങ്ങനെ 3 അവസ്ഥകളിലാണ് നമ്മൾ ആളുകളായിട്ട് അല്ലെങ്കിൽ സമൂഹമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. കൂട്ടുകാർ, കല്യാണ വീടുകൾ, ഇവിടെയൊക്കെ എല്ലായിടത്തും നോക്കിയാൽ ഈ 3 പൊസിഷൻസ് ഉണ്ടാവും. ഇതിൽ നിങ്ങളവിടെ പോകുന്നത് അവർക്കും ഗുണമാണ്, അവർക്ക് സന്തോഷമാണ്, നിങ്ങൾക്കും സന്തോഷമാണെങ്കിൽ ഈ പറഞ്ഞ വാക്ക് അസാധുവാണ്. ഞാൻ ഈ പറഞ്ഞ അവൈലബിലിറ്റി കുറയ്ക്കേണ്ട ആവശ്യമില്ല, അത് യൂസ് ചെയ്യാം. അതിൽ പരസ്പരം, ഈ വാക്കാ ശ്രദ്ധിക്കേണ്ടത്, പരസ്പരം എന്ന വാക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു റൂളും പിന്നെ നമുക്ക് പാലിക്കില്ല, അത് പെർഫെക്റ്റാണ്. പക്ഷേ ഏതോ വൺ സൈഡിലേക്ക് നീതി മാറിപ്പോകുമ്പോൾ നമുക്കവിടെ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ അതിനൊറ്റ റൂളേ ഉള്ളൂ, അവൈലബിലിറ്റി കൂടുമ്പോൾ വില കുറയും എന്നുള്ള കാര്യം നമുക്കറിയാലോ. എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയും, ഞാൻ എക്കണോമിക്സാണ്. അവൈലബിലിറ്റി കൂടിയ വില കുറയില്ലേ? ഒരു സാധനം എപ്പോഴാണ് വില ഉണ്ടാവുന്നത്? സ്കേസിറ്റി വരണം, കിട്ടാതെയാണ്. അപ്പോൾ നിങ്ങളെ ഒരു വിലയില്ലാത്ത ഒരവസ്ഥ നിങ്ങളൊരു സ്ഥലത്ത് സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വില ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരേ ഒരു വഴി അവിടുത്തെ അവൈലബിലിറ്റി കുറയ്ക്കലാണ്. ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ്, എന്നെ ഒട്ടും വില വയ്ക്കാത്ത ഒരു മനുഷ്യനേ ഉള്ളൂ ഈ ലോകത്ത്. ആരായിരിക്കും? എൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. എന്നെ ഒരു വിലയില്ല. അത് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയതുകൊണ്ടാണ്. ആണ്, അതെല്ലാവർക്കും അത് തന്നെ ആവാൻ. ഏറ്റവും വലിയ രസം, ഞാൻ അതുകൊണ്ട് ആഴ്ച 2 ദിവസം വീട്ടിൽ പോയി. ഞാൻ ഫുൾ ടൈം വീട്ടിലാണ്. അല്ല, ഞാൻ ഇനി പുറത്താണെങ്കിൽ ഞാൻ എവിടെ പോകുന്ന, ലോകത്തെവിടെ പോയാലും അവൾ എൻ്റെ കൂടെ ഉണ്ട്. കാരണം അവൾ എൻ്റെ മാനേജറും കൂടെയാണ്. സോ ഞാൻ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള 24 hour അവൈലബിൾ ആണ് അവൾക്ക്. സോ എന്നെ ഒരു വിലയില്ല, എനിക്കതിന് പരാതിയില്ല. ബിക്കോസ് ഐ നോ ദാറ്റ് എന്നെ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആവുന്നവർക്ക് എന്നെ അത്ര വില ഉണ്ടാവുള്ളൂ എന്നുള്ളത് അതൊരു മനുഷ്യ സഹജ സ്വഭാവമാണ്. അതിൻ്റെ മേലെ ഞാൻ ഒരു ജാട കാണിക്കാൻ നിന്നാലേ പ്രശ്നമുള്ളൂ. അതങ്ങനെ ആയിരിക്കും, അതങ്ങനെ ആണെന്നേ എന്ന് മനസ്സിലാക്കിയ പ്രശ്നം കഴിഞ്ഞില്ലേ. സോ ഞാൻ ഈ വാക്ക് എന്തിനാ പറഞ്ഞെന്നറിയോ? ചില ആളുകളുണ്ട്, ഈ പേഴ്സണാലിറ്റി ടൈപ്സ് പഠിക്കണം കേട്ടോ. ഇത് നമ്മൾ വേറൊരു ചർച്ചയെ വേണ്ട ഒരു ഇത് ഞാൻ പറയണമെങ്കിൽ, മനുഷ്യർക്ക് 16 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഓരോ മനുഷ്യനും 4 സ്റ്റൈൽസ് ഓഫ് ലൈഫ് ഉണ്ട്. എനർജി സ്റ്റൈൽ, വാല്യൂ സ്റ്റൈൽ, കോഗ്നിറ്റീവ് സ്റ്റൈൽ ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഇതിലെ ഡിഫറൻസ് അനുസരിച്ച് എനർജി സ്റ്റൈൽ എന്ന് പറഞ്ഞ ഉദാഹരണം പറയാം, ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്. എനർജി സ്റ്റൈൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനർജൈസ് ആവുന്നവരും സമൂഹത്തിലിരിക്കുമ്പോൾ എനർജൈസ് ആവുന്നവരും, ആ 2 കാറ്റഗറി വരും എനർജി സ്റ്റൈലിൽ. കോഗ്നിറ്റീവ് സ്റ്റൈൽ എല്ലാ കാര്യവും റാഷണലായി ചിന്തിക്കുന്നവരും എല്ലാ കാര്യവും കുറച്ച് ഇമോഷണലായിട്ട് ചിന്തിക്കുന്നവരും. അതുപോലെ തിങ്കേഴ്സ് ആൻഡ് ഫീലേഴ്സ് ലൈഫ് സ്റ്റൈൽ, അല്ല വാല്യൂ സ്റ്റൈൽ. റാഷണലായി ചിന്തിക്കുന്നത് ഒന്നുകൂടെ ഡീറ്റെയിൽ ചെയ്താണ്. ഇപ്പം നിങ്ങൾ ഒരു കാര്യം എന്നോട്, എനിക്കറിയാത്തൊരു കാര്യം നിങ്ങൾ എന്നോട് സംസാരിക്കാമെന്ന് വിചാരിച്ചോ. സംസാരിക്കുമ്പോൾ ഞാൻ ഗോവിന്ദൻകുട്ടി പറഞ്ഞല്ലേ, അപ്പം അത് സത്യമായിരിക്കും.
എന്ന് ഞാൻ ചിന്തിക്കുവാണെങ്കിൽ ഞാൻ റാഷണൽ അല്ല, ഞാനത് ഇമോഷണലായിട്ടാണ് എടുക്കുന്നത്. ഗോവിന്ദൻകുട്ടിയോടുള്ള വിശ്വാസം എന്ന ഇമോഷൻ, ട്രസ്റ്റ് എന്ന ഇമോഷൻ്റെ പേരിൽ ഗോവിന്ദൻകുട്ടി പറയുന്നൊരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ കുറച്ച് റാഷണൽ ആണെങ്കിൽ ഗോവിന്ദൻകുട്ടിയല്ല ദൈവം തമ്പുരാമെന്ന് പറഞ്ഞാലും അതിനൊന്ന് ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യും. ടെക്നിക്കലി അതിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ. എൻ്റെ ഒരു അഭിപ്രായം അതിൻ്റെ മേലെ വിട്ട് ഗോവിന്ദൻകുട്ടി എന്ന വ്യക്തി പറയുന്ന വാക്കിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുവാനുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് പരിശോധന നടത്തിയിട്ടേ ഉള്ളിലേക്ക് എടുക്കുള്ളൂ. ഇത് രണ്ടും ഒരു കാറ്റഗറിയാണ്. ഇത് രണ്ടും ഒരു കാറ്റഗറിയാണ് അല്ലേ? ഇമോഷണലും അതില്ല, ഈ കോഗ്നിറ്റീവ് സ്റ്റൈലിൽ വരുന്നതാണ്. ഇമോഷണലായിട്ട് ഇൻഫർമേഷനെ സ്വീകരിക്കുന്നവരും ക്രിട്ടിക്കലായിട്ട് ഇൻഫർമേഷനെ സ്വീകരിക്കുന്നവരും. അപ്പോൾ നമ്മൾ ചില എക്സ്ട്രീം പൊളിറ്റിക്സിലേക്ക് പോയാൽ, എക്സ്ട്രീം റിലീജിയസ് ഒക്കെ ആകുമ്പോൾ പിന്നെ അവർ കംപ്ലീറ്റ് ഇമോഷണലായിട്ട് ആ കാര്യം എടുക്കുള്ളൂ. പിന്നെ ക്രിട്ടിക്കൽ അനാലിസിസ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അതൊരു തീവ്രവാദത്തിൻ്റെ തലങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ മനുഷ്യന് ഇത് രണ്ട് സ്റ്റൈലുണ്ട്. ഇൻഫർമേഷൻ സ്വീകരിക്കുന്നതിന് ഒരു ലോജിക്കൽ സൈഡും ഉണ്ട്, ഒരു ഇമോഷണൽ സൈഡും ഉണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റൈൽ ഏതാണെന്നറിയോ? ലൈഫ് വാല്യൂ സ്റ്റൈൽ. തിങ്കേഴ്സും ഫീലേഴ്സും ആണ് അതിൽ പെടുക. ഞാൻ നിങ്ങളെ പെട്ടെന്ന് ഇവിടെ ഇരുന്ന് എനിക്ക് ദേഷ്യം വന്നു എന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ആ ദേഷ്യത്തെ അഡ്രസ്സ് ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് തിങ്ക് ചെയ്യാം. സോ ഇയാൾക്ക് എന്താ പറ്റിയേ? ഇയാളിപ്പോൾ രാവിലെ എവിടെയെങ്കിലും വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നതായിരിക്കും, അല്ലെങ്കിൽ എവിടുന്നേലും കുടുംബത്തിൽ വല്ല പ്രശ്നം ഉണ്ടാവും, ഇതൊക്കെ കൂടെ ഞങ്ങളുടെ തലയിൽ തീർക്കുമായിരിക്കും. എന്നെക്കുറിച്ച് തിങ്ക് ചെയ്യാം. ഫീൽ ചെയ്യുക എങ്ങനെയാണെന്നറിയും? ഇയാളെ നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് നമ്മുടെ തലയിൽ കയറാൻ വരുന്ന ആരടാ അവൻ? ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യുകയും ചെയ്യാം, തിങ്ക് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ രണ്ട് രീതിയിൽ എടുക്കുന്നവരുണ്ട്. അതാണ് ഈ വാല്യൂ സ്റ്റൈൽ. ഇനി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ഇട്ടിട്ട് മുന്നോട്ട് പോകുന്നവർ, പിന്നെ അതിൻ്റെ മറ്റേ എക്സ്ട്രീമെൻ്റ് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു പോകുന്നവർ. ഇതാണ് ഇതിൻ്റെ രണ്ട് എൻഡുകൾ. ഈ 4 സ്റ്റൈലുകൾ, എനർജി സ്റ്റൈൽ, കോഗ്നിറ്റീവ് സ്റ്റൈൽ, വാല്യൂ സ്റ്റൈൽ ആൻഡ് ലൈഫ് സ്റ്റൈൽ, ഈ 4 സ്റ്റൈലിനും ഒരു സ്കെയിലുണ്ട്. ഈ സ്കെയിലിന് എക്സ്ട്രീം എൻഡുകളുണ്ട്. ഈ ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ, ഈ ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, തിങ്കർ, ഫീലർ, അല്ലെങ്കിൽ ഈ റാഷണലായിട്ട് തിങ്ക് ചെയ്യുന്നവൻ, ഇമോഷണലായിട്ട് തിങ്ക് ചെയ്യുന്നവൻ, എല്ലാം പ്ലാൻ ഇടുന്നവൻ, ഒന്നും പ്ലാൻ ഇടാത്തവൻ. ഇങ്ങനെ ഈ 4 സ്റ്റൈലിൽ ഓരോരുത്തരുടെയും സ്കെയിൽ എവിടെ നിൽക്കുന്നോ ഇതിനനുസരിച്ച് നമ്മുടെ ഈ സ്റ്റൈലുകൾക്ക് റേഷ്യോ ഡിഫറൻസ് വരും. ഇതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന ഒരു പേഴ്സണാലിറ്റി അസസ്മെൻ്റ് ഉണ്ട്. ഞാൻ എൻ്റെ എല്ലാ പ്രോഗ്രാമുകളിലും ഇത് ചെയ്യാറുള്ള പേഴ്സണാലിറ്റി അസസ്മെൻറ്റ്. ഇതിനെ നമ്മൾ 16 പേഴ്സണാലിറ്റി ടൈപ്പ് ടെസ്റ്റ് എന്നാണ് വിളിക്കുക. മനുഷ്യർ 16 തരമാണുള്ളത്. ഞാനിത് എന്തിനാ പറഞ്ഞതെന്നറിയോ? ഇതിൽ ESFP എന്ന് പറഞ്ഞൊരു പേഴ്സണാലിറ്റി ഉണ്ട്. അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് ഉണ്ട്. INTJ എന്ന് പറഞ്ഞൊരു പേഴ്സണാലിറ്റി ഉണ്ട്, കുറച്ച് സീരിയസ് കാറ്റഗറി ആയിരിക്കും. ESFP എന്ന് പറയുന്നൊരു പേഴ്സണാലിറ്റി ഉണ്ട്, കുറച്ച് എൻ്റർടൈനിങ് ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഈ എൻ്റർടൈനിങ് ടൈപ്പ് ആയിട്ടുള്ള ഒരാളുടെ ഈ പേഴ്സണാലിറ്റി, അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ എൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ഞാൻ എടുത്തു. അപ്പോൾ ഇയാളൊരു എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറിയാണ്. മീൻസ് ഇയാൾക്ക് ആളുകളൊക്കെ രസിപ്പിക്കുമ്പോൾ ഒരു സുഖം കിട്ടാറുണ്ട്. 4 ആളെ തമാശ പറഞ്ഞ് രസിപ്പിക്കുമ്പോൾ 10 ആൾ കൂടിയെടുത്ത് വീട്ടുന്ന ആളാവുമ്പോൾ അവിടെ കുറച്ച് നേരം ചളിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിനൊരു സന്തോഷം കിട്ടുന്നുണ്ട്. ഇയാളോട് ഞാൻ ഇത് പറയും, ഏത് അവൈലബിലിറ്റി കുറയ്ക്കും മനുഷ്യൻ. കാരണം ഇയാളുടെ പേഴ്സണാലിറ്റി ഇയാളെ തന്നെ ഡാമേജ് ചെയ്യുമെന്ന് എനിക്കറിയാം. ഇയാൾ കാരണം എല്ലാവർക്കും രസമായിരിക്കും. അപ്പോൾ ഇയാളെ എൻ്റർടൈൻ ചെയ്യുകയും അവർക്ക് ഫ്രീ ആയിട്ട് സന്തോഷം കിട്ടുന്നതല്ലേ. പക്ഷേ ഇയാൾക്ക് പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, അത് ഇയാൾക്ക് അറിയണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ചെയ്താൽ അവിടെ കൊടുക്കുന്ന ഗൈഡൻസ് ആണ് ചിലരോട് പറയേണ്ടി വരും. നിങ്ങളുടെ അവൈലബിലിറ്റി കുറച്ച് നോക്കൂ. ഒക്കെ ഓപ്ഷനാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. അവൈലബിലിറ്റി കുറച്ച് നോക്കൂ. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ വാല്യൂ, അവർ നിങ്ങളെ വാല്യൂ എന്നല്ല, നിങ്ങൾക്ക് തന്നെ നിങ്ങളോടൊരു വാല്യൂ തോന്നും. നമുക്കാണ് തോന്നുന്നത്. നിങ്ങളിപ്പോൾ ഒരു കല്യാണ വീടുണ്ട്, വലിയൊരു അകന്ന ബന്ധു, നിങ്ങൾ 2 ദിവസം മുമ്പേ അവിടെ എത്തി, കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടും പോകുന്നില്ല. അപ്പം നിങ്ങളുടെ ടൈമിന് നിങ്ങളുടെ ജീവിതത്തിന് കൊടുക്കുന്ന വാല്യൂ എന്താണെന്നുള്ളത് ഡിഫറെൻറ്റാണ്. അതേസമയം നിങ്ങൾ ആ കല്യാണത്തിന് ആവശ്യമുള്ള ഒരാളാണ്, ഹെൽപ്പ് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്, അവിടെ കറക്റ്റ് എത്തി, ഇത്ര അവേഴ്സ് അവിടെ സ്പെൻഡ് ചെയ്തു, പരിപാടികൾ കഴിഞ്ഞു, പിന്നെ അവിടെ സംസാരിച്ചിരിക്കാനും നിൽക്കുന്നില്ല, എല്ലാ ഉത്തരവാദിത്തങ്ങളിലൊക്കെ കറക്റ്റായിട്ട് ഇടപെട്ടു, ഞാൻ പോകുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ നിങ്ങളുടെ ടൈമിന്, ഒരു ഡേക്ക് കൊടുക്കുന്ന വാല്യൂ, നിങ്ങളുടെ വ്യക്തിത്വത്തിന് കൊടുക്കുന്ന വാല്യൂ ഡിഫറെൻറ്റാണ്. സോ അനാവശ്യമായി നിങ്ങളൊരു സ്ഥലത്ത് നിങ്ങളെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ വാല്യൂ പോകുന്നുണ്ട് എന്ന് നിങ്ങളുടെ തന്നെ മനസാക്ഷി നിങ്ങളോട് പറയും. അപ്പം നമുക്ക് ആ സ്വമതിപ്പ് ഉണ്ടാക്കിയെടുക്കണ്ടേ? നമുക്കെങ്ങനെ മതിപ്പുണ്ടാവുക എന്നറിയോ? നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇദ്ദേഹത്തിനോട് മതിപ്പുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ
ഒരു മതിപ്പുണ്ടാകണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളെക്കാൾ 1% മേലെ എന്തോ ഒരു സാധനം ഇദ്ദേഹത്തിൽ കാണാൻ കിട്ടണം. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും തികച്ചും ഡിഫറൻ്റായ എന്തെങ്കിലും ഇദ്ദേഹത്തിൽ കാണാൻ കിട്ടണം. അപ്പോൾ നമ്മളിൽ നിന്നും പൊങ്ങി നിൽക്കുന്ന എന്തോ ഒരു സാധനത്തിനോട് നമുക്കൊരു ആരാധന വരും. ആ പൊങ്ങി നിൽക്കുന്ന സാധനം ആരിലുണ്ടോ അവരോട് നമുക്ക് മതിപ്പ് തോന്നും. ഇതാണ് ഈ റെസ്പെക്റ്റ് തോന്നിപ്പിക്കുന്നതിൻ്റെ ഘടകം. അതുകൊണ്ടല്ലേ പ്രായം കൂടുതലാവുമ്പോൾ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്, പണം കൂടുതലുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്, ബുദ്ധി കൂടുതലുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്, പദവി കൂടുതലുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാറുണ്ട്, അല്ലേ? ഏതോ ഒരു സാധനം കൂടി നിൽക്കുമ്പോൾ റെസ്പെക്റ്റ് തോന്നില്ലേ? അതവിടെ കട്ടെ. നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് നമ്മളോട് നിന്ന് റെസ്പെക്റ്റ് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരിൽ എന്താണോ, എന്ത് കണ്ടിട്ടാണോ റെസ്പെക്റ്റ് തോന്നുന്നത് അത് നമ്മളിൽ പ്രാക്ടീസ് ചെയ്യണം. സിമ്പിൾ പ്രാക്ടീസാണ്. നിങ്ങൾക്ക് എന്നോട് റെസ്പെക്റ്റ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നിൽ എന്ത് കണ്ടിട്ടാണോ റെസ്പെക്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ റെസ്പെക്ട് ചെയ്യുന്ന തത്തുല്യമായ റെസ്പെക്റ്റ് നിങ്ങൾക്ക് നിങ്ങളോടുണ്ടാവും. ഒന്നൊന്ന് ഉദാഹരിച്ചാൽ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാം. എനിക്കിപ്പോൾ ഇവിടെ നല്ല വാക്ചാതുര്യത്തോടു കൂടെ സംസാരിക്കുവാനുള്ള കഴിവുണ്ട് എന്ന് വിചാരിച്ചോ, ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുകയില്ല, എന്ന് വിചാരിച്ചോ. വാക്ചാതുര്യത്തോടു കൂടെ സംസാരിക്കുന്ന ആ കഴിവിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അയാൾ ഇങ്ങനെ ഫ്ലോ ആണ് സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് റെസ്പെക്ട് ചെയ്യാൻ കാരണം എന്തായിരിക്കും അറിയോ? നിങ്ങൾക്ക് എൻ്റെ അത്ര വാക്ചാതുര്യത്തോടെ സംസാരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നേക്കാൾ വാക്ചാതുര്യത്തോടു കൂടെ സംസാരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കേട്ട് റെസ്പെക്ട് തോന്നുമോ? ഇല്ല, അല്ലേ? അതെ. അപ്പൊ നമ്മളിപ്പോ ഈ തൊട്ടടുത്ത ദിവസങ്ങൾ കേട്ടായിരുന്നു. അപ്പോ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് കൗതുകം ജനിപ്പിക്കണം, അല്ലേ? അതെ അതെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തീരെ അവനവനോട് തന്നെ ഒരു മതിപ്പില്ല എന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് വാക്ചാതുര്യം കേൾക്കുമ്പോൾ അയാളോട് മതിപ്പ് ഉണ്ടാവുന്നുണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് വാക്ചാതുര്യമാണ്. അല്ല, അത് സ്വാഭാവികമായി ഇത് തന്നെയല്ലേ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണ്. എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ചിലരെ ഞാൻ അറിയുന്ന പോലും ഇല്ല. അതെ, ഈ പറയുന്ന പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ അറിയാതെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ നന്നായി സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്നെ ചെറുപ്പം മുതൽ നന്നായി സംസാരിക്കുന്ന ഒരാൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ നന്നായി പാട്ട് പാടുന്നുണ്ടെങ്കിൽ, ഞാൻ നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഞാൻ വളരെ ശമ്പളമുള്ളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനൊരു ബിസിനസ്സുകാരൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഇത് നാച്ചുറലി സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ അഡ്രസ് ചെയ്യുന്ന വിഷയം എന്താ വെച്ചാൽ, ഒരു വ്യക്തിക്ക് തീരെ അവനവനോട് മതിപ്പില്ല എന്ന് വിചാരിച്ചോ, സെൽഫ് കോൺഫിഡൻസ് ഇല്ല വിചാരിച്ചോ. അപ്പൊ അയാള് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ അയാളെ കുറിച്ച് പഠിക്കണേക്കാൾ എളുപ്പം എന്താ അറിയോ? അയാൾക്ക് ഏറ്റവും കൂടുതൽ റെസ്പെക്ട് തോന്നുന്ന ആരോടാ, അയാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരാധനയും തോന്നുന്ന ആരോടാന്ന് കണ്ടുപിടിച്ചാൽ മതി. അയാളെ അസസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ എന്ത് പ്രാക്ടീസ് ചെയ്യണമെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇത്ര സിമ്പിളാണ് ഈ കാര്യം. ഈ സ്നേഹത്തെ പറ്റിയും അല്ലെങ്കിൽ നമ്മുടെ ഓരോ വികാരങ്ങളും അവനവന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ഉദാഹരണത്തിനൊരു കുഞ്ഞ് രാത്രിയിൽ എണീറ്റ് കരയുമ്പോൾ അതിനെ പോയി ആശ്വസിപ്പിച്ച് അതിനെ എന്ന് വെച്ചാൽ ഉറക്കുന്നത് നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ സ്നേഹത്തെ പറ്റിയും അല്ലെങ്കിൽ ഈ നിസ്വാർത്ഥമായ സ്നേഹത്തെ പറ്റിയൊക്കെ പറയാനുള്ളത്? നിസ്വാർത്ഥ സ്നേഹത്തെ പറ്റി ഒന്നും പറയില്ല. അങ്ങനെ ഒരു സാധനം ഇല്ല. നിസ്വാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ഒരു കാവ്യഭാവനയാണ്. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് സ്നേഹത്തെ സ്വാർത്ഥമല്ലാതെ ചിത്രീകരിക്കുവാനുള്ള ഒരു ഇഷ്ടമുണ്ട്. അതൊക്കെ ഒരു റിലീജിയസ് കോൺട്രിബ്യൂഷൻ ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. സ്നേഹം സ്വാർത്ഥമാണ്. പരസ്പരം കണക്റ്റ് ആവുമ്പോൾ, പരസ്പരം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ എനിക്ക് വേണ്ടിയും പലതും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനം, നിങ്ങളുടെ മനസ്സിൽ എനിക്ക് സ്ഥാനം ഉണ്ടാകുമ്പോൾ, നമ്മൾക്ക് രണ്ടാൾക്കും ജീവിച്ചു പോകാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന ബോധ്യത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഇമോഷനാണ് സ്നേഹം. അതാണ് അതിൻ്റെ ഏറ്റവും പവിത്രമായ എക്സ്പ്ലനേഷൻ. മനസ്സിലാവും? കുട്ടികളോടുള്ള സ്നേഹം ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞത്, കുഞ്ഞ് രാത്രി കരയുമ്പോൾ വേഗം കുഞ്ഞിനെ ആട്ടി ഉറക്കാൻ 10 മിനിറ്റ് നിങ്ങൾ ചിലവാക്കിയാൽ ബാക്കി 4 മണിക്കൂർ നിങ്ങൾക്ക് ഉറങ്ങാം. അതൊരു കോമൺ ലോജിക്ക്. അത് മാത്രമല്ല, ഈ കുഞ്ഞ് കരയുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ബോധമുണ്ടാകും. കുഞ്ഞ് നിസ്സഹായമാണ്, മലർന്നു കിടക്കുവാണ്. കുഞ്ഞിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടാവും, അവന് വിശക്കുന്നുണ്ടാവും. പരസഹായമില്ലാതെ ഒന്നും കുഞ്ഞിന് ചെയ്യാൻ പറ്റില്ല. വിശപ്പിനുള്ള ഉപകരണം പോലും അമ്മയുടെ കയ്യിലിരിക്കുവാണ്. കുഞ്ഞ് നിസ്സഹായമാണ്. നിസ്സഹായതയിലിരിക്കുന്ന കുഞ്ഞിനെ സഹായിക്കുവാൻ കഴിവുള്ള നിങ്ങൾ പാരൻറ്റ് കുഞ്ഞിന് പാല് കൊടുക്കുന്നു, തൊട്ടിലിട്ട് ആട്ടുന്നു, ഇപ്പോൾ കുഞ്ഞ് കംഫർട്ടായിട്ട് ഉറങ്ങുന്നു. ആ നിസ്സഹായതയെ സഹായിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ചില കെമിക്കൽസ് ഉണ്ടാവും. എൻഡോർഫിൻസോ ഓക്സിറ്റോസിനോ ഒക്കെ ഉണ്ടാവും, ബോണ്ടിങ് കെമിക്കൽസ്. അതൊരു നല്ല സൂത്തിങ് എക്സ്പീരിയൻസാണ്. ഒരു സ്വമതിപ്പുണ്ടാവും. നമുക്ക് നമ്മളോട് തന്നെ ഒരു മതിപ്പ്.
അങ്ങനെ ഫീൽ ചെയ്യാനൊന്നും അത് പറ്റില്ല. എന്നാൽ ആ കെമിക്കൽ ആക്റ്റീവ് ആവും നമ്മളിൽ. അത് ആക്റ്റീവ് ആവുന്നത് നമ്മൾക്കൊരു ഗുഡ് ഫീലിംഗ് ഉണ്ടാക്കി തരും. ആ ഗുഡ് ഫീലിംഗ് കരയുന്ന കുട്ടിയെ എടുത്ത് ആശ്വസിപ്പിക്കുമ്പോഴൊക്കെ അമ്മയ്ക്കും അച്ഛനും ഉണ്ടാവുന്നുണ്ട്. ആ ഗുഡ് ഫീലിംഗ് ഒരു റിവാർഡ് മെക്കാനിസമാണ്. ആ ഗുഡ് ഫീലിംഗ് വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും കുട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറാണ്. അതായത് നമ്മളൊരു കുട്ടിയെ വളർത്തുമ്പോൾ ഉണ്ടാവുന്ന കഷ്ടപ്പാടിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു വലിയ സന്തോഷം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതെ, ഇതെല്ലാ അമ്മമാർക്കും പറഞ്ഞു കൊടുക്കണം. ഇത് ഡേഞ്ചറായ ഒരു പോയിന്റ് പറയട്ടെ, ഈ കെമിക്കൽ ഉണ്ടാവാത്ത അമ്മമാരുണ്ട്. അവരാണ് കുട്ടിയെ ചവിറ്റുകൊട്ടെ കൊണ്ടുവിടാൻ പറ്റുന്നത്. അല്ല എല്ലാവർക്കും അത് പറ്റും തോന്നുന്നുണ്ടോ? കുട്ടീനെ ചവിറ്റുകൊട്ടെ കൊണ്ടുവിടുന്ന അമ്മമാരും ഇല്ലേ? കേട്ടിട്ടില്ലേ നമ്മൾ അങ്ങനത്തെ കഥകൾ? അവർക്ക് എങ്ങനെയാ ചെയ്യാൻ പറ്റും? നൊന്ത് പ്രസവിച്ച ഒരു സ്ത്രീക്ക് സ്വന്തം കുട്ടിയെ എവിടെയെങ്കിലും കൊണ്ട് എറിയാൻ പറ്റുമോ? അത് പറ്റണം എന്നുണ്ടെങ്കിൽ ഈ സാധനം ഇല്ല ഇവിടെ. അല്ല, ഇത് തന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഇതൊരു മനുഷ്യന്റെ ഒരു അടിസ്ഥാന സ്വഭാവത്തിന്റെ ചിന്താതലമാണ് അങ്ങിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ പോലും ഇപ്പോൾ ഒരു വളരെ പ്രാപ്തനായ ഒരു മനുഷ്യൻ ഇലക്ഷൻ നിൽക്കുക, ഇപ്പുറത്തൊരു പാവപ്പെട്ടവൻ, നിവൃത്തിയില്ലാത്തവൻ, ഒരു ചെറ്റക്കുടലിൻ്റെ മാണിക്യം എന്നൊക്കെ പറഞ്ഞ ഒരാൾ വരിക. മനുഷ്യർ വോട്ട് ചെയ്യാൻ താല്പര്യം ഈ ചെറ്റക്കുടലിൻ്റെ മാണിക്യത്തിനായിരിക്കും. മറ്റേയാൾ ജയിച്ചാൽ നാടിന് പുരോഗതി വരും, അയാൾക്ക് ഓർഗനൈസിങ് അറിയാം, അയാൾക്ക് ലോകത്തെ മുന്നോട്ട് നയിക്കാൻ അറിയാം. ഇവിടെ എല്ലാം ഒരു പക്ഷേ ഈ സാധനം വർക്കൗട്ട് ചെയ്യുന്നു. മനുഷ്യനിലുള്ളതാണ്. ഇതിനൊക്കെ നമ്മൾ മനുഷ്യത്വം എന്ന് വിളിക്കുക. അത് 20 വർഷം MLA ആയിരുന്നിട്ടും ഇയാളുടെ ചോർന്നിരിക്കുന്ന പെര കാണുന്ന പറയുമ്പോൾ നമുക്ക് അയാളോട് സ്നേഹം കൂടുക. ഇയാളുടെ പെര നന്നാക്കാൻ പറ്റാത്തവൻ ഇവിടെ പഞ്ചായത്ത് ചിന്തിക്കുക എന്താണെന്നറിയോ? 20 വർഷം MLA ആയിരുന്നിട്ട് സ്വന്തം പെര നന്നാക്കാത്തവരാണ് ഈ നാട് മുഴുവൻ നന്നാക്കാൻ ചിന്തിക്കുന്നില്ല. സ്വന്തം വീട് നന്നാക്കാത്തവൻ എങ്ങനെ നാട് നന്നാക്കും? നമ്മൾ റിവാർഡായിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കും. അപ്പൊ ഇത് മനുഷ്യന്റെ മനസ്സിലുള്ള ഒരു നിസ്സഹായതയോട് തോന്നുന്ന അനുകമ്പ, ഇത് നമ്മൾക്ക് പരിണാമപരമായിട്ട് തന്നെ നമ്മളിലുള്ളതാണ്. പുരാതന കാലത്ത് കാട്ടിൽ വേട്ടയാടുന്ന മനുഷ്യന്മാർ 500 പേര് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഗോത്രം. ഇതില് ഒരു 10 പേർക്ക് കാട്ടുപോത്തിനെ ആക്രമിച്ച് കീഴടക്കാനുള്ള സംഘടിത ശക്തിയുടെ കഴിവുണ്ട്. കുന്തം പിടിക്കാൻ ശരിക്കും അറിയും. അത് 400 പേര് വലിയ കഴിവൊന്നും ഇല്ലാത്ത പാവങ്ങളാണ്, ആണുങ്ങൾ. ഈ 10 പേര് പോയി കാട്ടുപോത്തിനെ പിടിച്ചുകൊണ്ട് 400 പേർക്ക് തിന്നാൻ കൊടുക്കും. അതിന് കണക്കൊന്നും പറയില്ല. അത് ആ കഴിവില്ല. പല കാരണങ്ങളാലും പല കഴിവുകളും ഇല്ലാത്തവരാണ് നമ്മളിലെല്ലാം പലരും. ചിലർക്ക് ചില കഴിവ് കൂടി നിൽക്കും, ചിലർക്ക് ചില കഴിവ് കുറഞ്ഞു നിൽക്കും. അപ്പോൾ ഇല്ലാത്ത കഴിവ് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സാധനം ഉണ്ടാവുന്നുണ്ട്. അതാണ് പോയിന്റ്. റിഫ്ലക്റ്റീവ് ഹാപ്പിനെസ് എന്നാണ് ഞാൻ അതിനെ വിളിക്കുക. അയാൾക്കുണ്ടാകുന്ന സന്തോഷം, അയാൾക്കുണ്ടാകുന്ന കംഫർട്ട് കാണുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന കംഫർട്ട്. അത് ഞാൻ സതീഷായിട്ട് എപ്പോഴോ സംസാരിച്ച പോലെ തോന്നുന്നു എനിക്ക്. ഞാൻ ഒരു കൈ നീട്ടുന്ന ഭിക്ഷക്കാരന് ഒരു 5 രൂപ വെച്ച് കൊടുക്കാത്ത മനുഷ്യനാണ്. കൊടുക്കരുത് എന്ന് പഠിപ്പിക്കുന്ന മനുഷ്യനുമാണ്. നിങ്ങൾക്ക് ചാരിറ്റി മൈൻഡഡ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടാവും, നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവും. അവർക്ക് കാര്യമായ സഹായം ചെയ്തു കൊടുക്കും. അങ്ങനെ ചാരിറ്റി ചെയ്യൂ. നിങ്ങൾക്ക് അറിവുള്ള മനുഷ്യർക്ക് സഹായിക്കൂ. നിങ്ങൾ ഈ കൈ നീട്ടുന്നവർക്കൊക്കെ കയ്യിൽ പൈസ വെച്ച് കൊടുക്കുന്നത് ഒരു രാജ്യദ്രോഹ കുറ്റമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഭിക്ഷാടനം വർദ്ധിക്കും. ഇവിടെ കൈ നീട്ടിയാൽ അടിയാ കിട്ടുക എന്നൊരു തോന്നൽ വന്നാൽ ഭിക്ഷാടന മാഫിയൊക്കെ പൂട്ടിപ്പോകും. നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടുന്നവരൊക്കെ ശരിക്കും ജീവിക്കാൻ വകയില്ലാത്തവരാണെന്ന് വിചാരിക്കുന്നത്. അവരുടെ തൊഴിലാണ്. ഒരിക്കലും തൊഴിലാണ്. വലിയ വരുമാനമുള്ള തൊഴിലാണ്. എനിക്കിതിലൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടെ കലൂർ ഒരു ഹോട്ടലിന് മുൻപിൽ ഒരു ഓപ്പൺ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഹോട്ടലിൽ നിന്ന് ആൾക്കാർക്ക് മേടിച്ച് വയ്ക്കും. അപ്പം ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഞാൻ എന്താണോ കഴിക്കുന്നത് അതൊരെണ്ണം മേടിച്ച് അവിടെ വയ്ക്കും. എന്നിട്ട് നമ്മൾ പോകും. ഒരു തവണ ഇത് വെച്ചിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ആ ഫ്രിഡ്ജിൻ്റെ അടുത്തു നിന്നൊന്നും മാറുമ്പോഴത്തേനും ഓപ്പോസിറ്റ് നിൽക്കുന്ന 2-3 പേര് ഓട്ടുകയാണ് ഈ ഫ്രിഡ്ജിൻ്റെ അടുത്ത്. ഓടി വന്നിട്ട് അതിൽ മിടുക്കനായ ഒരുത്തൻ അതെടുത്തിട്ട് ഇവൻ പണിയെടുക്കാൻ പോകത്തില്ല, ഇവൻ ഈ ഫ്രിഡ്ജ് നോക്കി നിൽക്കുക. ഇവിടെ ഫ്രിഡ്ജ് ഉള്ളതുകൊണ്ട് കണ്ടെത്തുമല്ല. ആ ഫ്രിഡ്ജ് വലിയ വാർത്തയാവുന്നു. ഫ്രിഡ്ജിൽ വെക്കുന്നതിൽ നമ്മൾ ആനന്ദിക്കുന്നു. ഞാൻ എന്ത് ഭക്ഷണം കഴിക്കുന്നു അതേ സ്റ്റാൻഡേർഡിലുള്ള ഭക്ഷണം ഞാൻ തന്നെ മേടിച്ചു വെക്കുന്നു. ഞാൻ അവിടെ എന്നോടും അതെ. ഞാനപ്പോ ഞാൻ അവിടെ ഇതുണ്ട്. ഞാൻ പിന്നെ 200 രൂപയുടെ ചിക്കൻ കറി കഴിച്ചിട്ട് 50 രൂപയുടെ ഡാൽ കറി അല്ല മേടിച്ചു വെക്കുന്നത്. അവിടെ എനിക്കൊരു കിക്കുണ്ട്. അതൊക്കെ എൻ്റെ മിഥ്യാധാരണയും പൊട്ടത്തരവും ഇത്തരത്തിലുള്ള ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ ഡിസ്റ്റർബൻസ് ആണ് അതല്ലേ. അത് ഞാൻ കൊടുക്കുന്ന ഒരുപാട് വിവാദം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എൻ്റെ. കൈ നീട്ടുന്നവർക്ക് മുഴുവൻ പൈസ കൊടുക്കില്ല. എൻ്റെ വീട്ടിൽ ഭിക്ഷക്കാർ വന്ന് ഗെറ്റൗട്ട് അടിക്കും. ഞാൻ അവർക്ക് ഞാൻ കൊടുക്കില്ല. എന്നാൽ ഒരു ചാരിറ്റിയും ചെയ്യാത്ത മനുഷ്യനല്ല. ഞാൻ തെരഞ്ഞു പിടിച്ച ആളുകളെ സഹായിക്കുന്ന ആളും കൂടെയാണ്.
പക്ഷേ അത് എവിടെ കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു പോയിന്റ് ഉണ്ട്. കൈ നീട്ടുന്നവരെല്ലാം ഭിക്ഷാടനത്തിന് ഈ പൈസയ്ക്ക് യോഗ്യരൊന്നുമല്ല. പിന്നെ മെയിൻ ചോദ്യം, നിങ്ങൾ ശരി ഇങ്ങനൊരു നേച്ചർ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇല്ലാന്ന് മനസ്സിലായി, ഇനി അപ്പോൾ ഇദ്ദേഹത്തിന് പിടിക്കാം, അതാണ് നല്ലത്. ഒരു ഭിക്ഷക്കാരൻ വന്ന് കൈ നീട്ടിയാൽ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു 5 രൂപയുടെ കോയിനെങ്കിലും ഇട്ട് കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നില്ലേ? ഉറപ്പായിട്ടും. നിങ്ങൾക്ക് അറിയില്ലേ ഈ നിങ്ങളുടെ 5 രൂപ കൊണ്ട് അയാൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പല്ലേ? ഉറപ്പാണ്. നിങ്ങളുടെ 5 രൂപ കൊണ്ട് പുള്ളിക്ക് ജീവിക്കാൻ പറ്റും. നമ്മുടെ മനസ്സിലുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ മുമ്പിൽ ഒരാൾ നിൽക്കുമ്പോൾ അയാൾ പെട്ടെന്ന് പോട്ടെ. 5 രൂപ എന്തിനാ നിങ്ങൾ കൊടുക്കുന്നത്? വേഗം അയാളൊന്ന് ഒഴിവാക്കാൻ. അപ്പോ നിങ്ങളുടെ ആ കരുണ എന്ന മനോഭാവമാണോ അവിടെ വർക്ക് ചെയ്യുന്നത്, സ്വാർത്ഥതയാണോ വർക്ക് ചെയ്യുന്നത്? ഒരു ശല്യം ഒഴിവാക്കൽ സ്വാർത്ഥതയല്ലേ? അപ്പം നിങ്ങൾ ഭിക്ഷക്കാരന് പൈസ കൊടുക്കുന്ന പോലും സ്വാർത്ഥതയാണ്. ഇതിനെ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇവർക്കെല്ലാം കയ്യിൽ ലോട്ടറി വെച്ച് കൊടുക്കുക. അതെ, അതിന് പുതിയൊരു പരിവേഷം കൊടുക്കുക. നമ്മള് ഈ ആളെ ലോട്ടറി മേടിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ഇനി ലോട്ടറി മേടിച്ച് അടിച്ചാലോ എന്ന സ്വാർത്ഥതയുണ്ട്. അതെ, നമ്മൾ ഇവർക്ക് കൊടുക്കും. അല്ല, അതിനകത്തും പറയുന്നുണ്ട് ഇത് കാരുണ്യ ലോട്ടറി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കയ്യിനോ കണ്ണിനോ കാലിനോ മറ്റോ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുള്ളവരുണ്ടാവുമായിരിക്കും. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ലോട്ടറി എടുക്കും എന്ന ഒരു കോമൺ സെൻസിനെ അവിടെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മളുടെ ആ കരുണ തോന്നാനുള്ള ടെൻഡൻസിയെ ലോട്ടറിയാക്കി മാറ്റാം, കച്ചവടമാക്കി മാറ്റാം. ഒരു കോട്ട് സൂട്ട് ഇട്ടിട്ട് ഒരു മനുഷ്യൻ ടിപ്പ് ടോപ്പ് ആയിട്ട് വന്നിട്ട് ടേക്ക് എ ലോട്ടറി എന്ന് പറഞ്ഞാൽ ആ പാവത്താൻ ഫീലില്ലേ, ആ പാവത്താൻ ഫീലിനെ മാർക്കറ്റിലേക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. കോസ്റ്റ്യൂം കൃത്യമാണ്, ഭാവം കൃത്യമാണ്. ഇതിൻ്റെയൊക്കെ പിന്നെ അജണ്ട ഉണ്ട് എന്നുള്ള നമ്മൾ മനസ്സിലാക്കുക. സോ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, നമ്മളൊരു ഭിക്ഷക്കാരന് പൈസ കൊടുക്കുമ്പോൾ നമുക്ക് അദ്ദേഹം നിങ്ങളെ പൈസ വാങ്ങിയിട്ട് തിരിഞ്ഞു നോക്കാതെ പോവില്ലല്ലോ, അദ്ദേഹം ഒന്ന് തൊഴുതിട്ടൊക്കെയാണ് പോവുക. അപ്പോൾ നിങ്ങൾക്കൊരു കിക്ക് കിട്ടും. അതൊരു കെമിക്കൽ റിയാക്ഷനാണ്. അത് നിങ്ങൾ കുറച്ച് തവണ കിട്ടി ശീലിച്ചല്ലേ, നിങ്ങൾ ഏത് ഭിക്ഷക്കാരൻ അവിടെ ഉണ്ടെങ്കിലും ഇവിടെ വാ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾക്കൊന്ന് വലുതാവാൻ പറ്റുന്ന മൊമെൻ്റാണത്. അല്ലാതെ നിങ്ങൾക്കിപ്പോൾ ഇവിടെ റോഡും നാടൊക്കെ നന്നാക്കിയിട്ട് വലുതാവാനുള്ള അവസരം ഇല്ല. അപ്പോൾ എല്ലാ മനുഷ്യനും മറ്റൊരാളേക്കാൾ വലുതാവുമ്പോൾ ഒരു മതിപ്പ് വരും. ഇതൊക്കെ സത്യം പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്വാർത്ഥതയിൽ നിന്നുണ്ടാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്നേഹം സ്വാർത്ഥമാണ്. ഇനി ഇത് പ്രണയത്തിൻ്റെ ഒരു ഉദാഹരണം പറയട്ടെ, കൂടുതൽ പേർക്ക് ഗുണം ചെയ്യുന്നുണ്ടാണ്. ഞാനത് എപ്പോഴും പറയാറുണ്ട്. എനിക്ക് ഒരു പെണ്ണിനെ ഇഷ്ടമാണ്, ഞാൻ പ്രണയത്തിലാണ് അവളുമായിട്ട്. അപ്പോൾ അവളോട് എപ്പോഴും ഞാൻ അവളുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, അവളോട് ചാറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അവളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവൾ വിചാരിക്കുക എന്താണെന്നറിയോ, ഇയാൾക്ക് എന്നെ എന്തൊരിഷ്ടമാണ്, എപ്പോഴും എന്നോട് സംസാരിക്കണം, എന്നെ കാണണം, എൻ്റെ കൂടെ ഇരിക്കണം, എന്നോട് ചാറ്റ് ചെയ്യണം, എന്നോട് വലിയ ഇഷ്ടമാണെന്നാണ് അവൾ വിചാരിക്കുന്നത്. സത്യത്തിലൂടെ നടക്കുന്ന ബ്രെയിൻ വർക്ക് എന്താണെന്നറിയോ, അവളുടെ പ്രസൻസ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അവളുമായിട്ട് ഞാൻ ചാറ്റിൽ കണക്റ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ അവളുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ റിവാർഡ് മെക്കാനിസത്തിൽ ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, ബോണ്ടിങ് ഹോർമോണാണ് ഓക്സിറ്റോസിൻ, അതുപോലെയുള്ള ചില കെമിക്കൽസ് ഹൈ ആവുന്നുണ്ട്. അപ്പം ഞാൻ നല്ല കംഫർട്ട് ആവുന്നുണ്ട്. എനിക്ക് ആ കംഫർട്ട്നെസ് തരുന്നത് ആ ആളുമായിട്ട് കണക്റ്റ് ആകുമ്പോഴാണല്ലോ അതുണ്ടാവുന്നത്. ആ കംഫർട്ട്നെസ് എനിക്ക് വളരെ വാല്യുബിൾ ആണ്. ആ കംഫർട്ട്നെസ് എനിക്ക് ഡെയിലി ബേസിൽ വേണം എന്ന് തോന്നുമ്പോൾ ഞാൻ എന്നും അവളുമായിട്ട് ചാറ്റ് ചെയ്യാനോ നേരിട്ട് കാണാനോ സംസാരിക്കാനോ ഫോൺ വിളിക്കാനോ ഒക്കെ ശ്രമിക്കും. ആക്ച്വലി ഞാൻ എന്താ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ഡോപ്പമൈൻ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എൻ്റെ ഡോപ്പമൈൻ്റെ ട്രിഗർ കീ കിടക്കുന്ന അവളുടെ കയ്യിലായതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നവനും അറിയില്ല, ഇരയാവുന്നവൾക്കും അറിയുന്നില്ല. പക്ഷെ ഇവിടെ വിചാരിക്കുന്ന എന്തോ ഒരു ട്രൂ ലവ് വർക്കാവുന്നു, ഇങ്ങനെയൊക്കെ വാക്ക് കേട്ടു. ട്രൂ ലവ് സാധനമൊന്നുമില്ല, എല്ലാം ഒരു ഡോപ്പമൈൻ എഫക്റ്റാണ്, എല്ലാം കെമിക്കൽസ് ആണ്. ഞാനൊരു സ്ഥലത്ത് ഇത് സംസാരിച്ചപ്പോൾ അത് കേട്ടോണ്ടിരുന്ന ഒരാൾ പറയണേ, ഈശ്വര സ്നേഹത്തിലും കെമിക്കലോ, ഇനി കെമിക്കൽ ഇല്ലാത്ത വല്ലതും ഉണ്ടായി ലോകത്തിൽ. സ്നേഹം എന്നല്ല, ഓരോ ഹ്യൂമൻ ഇമോഷൻസും ഒരു കെമിക്കൽ റിയാക്ഷനാണ്. നമ്മൾ ബ്രെയിനിനെ കുറിച്ച് കുറച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. നമ്മൾക്കൊരാളോട് കരുണ തോന്നുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനാണ്, നമുക്ക് സ്നേഹം തോന്നുന്ന ഒരു കെമിക്കൽ. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് ഈ സൂത്തിങ് കെമിക്കൽസിനെ വീണ്ടും വീണ്ടും ഉണ്ടാക്കുവാനുള്ള ടെൻഡൻസി ഉള്ളത് കൊണ്ട് നമ്മൾ അയാളെ വീണ്ടും വീണ്ടും സ്നേഹിക്കുന്നു. അത്രേ ഉള്ളൂ ഇതിൻ്റെ പിന്നിൽ. അല്ലാതെ ഹ്യൂമൻ ശരിക്കും, അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ശരിക്കും മനുഷ്യനെയാണോ സ്നേഹിക്കുന്നത്, ഏതോ ഒരു അനുഭവത്തെയാണോ സ്നേഹിക്കുന്നത്? അനുഭവത്തെ, സംശയമൊന്നും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് നാളെയും തരാൻ എന്നെ കൊണ്ട് പറ്റിയാൽ ഞാനുമായിട്ടുള്ള സ്നേഹം തുടരും. നിങ്ങൾക്ക് ഞാൻ തന്നുകൊണ്ടിരുന്ന അനുഭവം ഞാൻ നിർത്തിയാൽ, ആ അനുഭവം തരാനുള്ള കഴിവ് എനിക്ക് ഇല്ലാതെയായാൽ നിങ്ങൾക്ക് പിന്നെ എന്നെ സ്നേഹിക്കാൻ പറ്റില്ല. അതാണ് സത്യം. ശരി, ഇപ്പം ഞാൻ അങ്ങൊരു ലൈഫ് കോച്ചാണ് അല്ലെ, ലൈഫ് ട്രെയിനറാണ്. എന്താ അങ്ങേ വിശേഷിപ്പിക്കും? ലൈഫ് കോച്ച്. 16 വർഷം ഒരു സന്യാസ ജീവിതം കടന്നു വന്ന ആൾ എന്തുകൊണ്ട് ലൈഫ് ഗുരു എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല?
അത് മടുത്തതുകൊണ്ട്. ഈ കോച്ചിൽ നിന്ന് ഗുരുവിലേക്കുള്ള യാത്ര ഭയങ്കര ദൂരമല്ല. ഞാൻ പറയാം, സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. ഒരു ഗുരു എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമ്മൾ നിൽക്കുമ്പോൾ, ഞാൻ ഒരു ഗുരുസ്ഥാനീയരായവരുടെ കീഴെ ശിഷ്യസ്ഥാനത്ത് നിന്നതിൻ്റെ ദുരനുഭവം അനുഭവിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. എന്താ ദുരനുഭവം എന്നറിയോ? നിങ്ങളെൻ്റെ ഗുരുവാണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ എൻ്റെ ഗുരുസ്ഥാനീയനായ മനുഷ്യൻ, നിങ്ങളിങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് ഓരോ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കിതിലൊരു ചെറിയ ആശങ്കയുണ്ട്, സംശയമുണ്ട്. എനിക്കിത് ചോദിക്കാൻ പറ്റില്ല നിങ്ങളോട്. നിങ്ങൾ പറഞ്ഞതിൽ എനിക്കൊരു എതിരഭിപ്രായമുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്കിങ്ങനൊരു അഭിപ്രായം ഉണ്ടെന്ന് നിങ്ങളെൻ്റെ ഗുരുവാണേ, ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളോട് ഞാൻ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അനാദരവാണത്. അങ്ങനെ ഗുരു ശിഷ്യ ബന്ധത്തിൽ വരുമ്പോൾ പറയുന്ന അങ്ങോട്ട് കേട്ടോളൂ, തിരിച്ചു ചോദിക്കരുത്. ഇത് ഗുരുശിഷ്യ ബന്ധത്തിലെന്നല്ല, റിലീജിയസ് ആയിട്ട് നിൽക്കുന്ന ഏതൊരു പഠിപ്പിക്കൽ പരിപാടികളിലും തിരിച്ചു ചോദ്യം അനുവദനീയമല്ല. ആചാരങ്ങള് ട്രെയിനർ ആവുമ്പോൾ അത് ട്രെയിനർ ആവുമ്പോൾ ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ട്രെയിനിങ് പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തത് എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ എന്നെ ചോദ്യം ചെയ്യുക. അഥവാ നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ലോജിക്കുള്ള ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അത് സ്വീകരിക്കും. ഇവിടെ എനിക്കൊരു കോൺട്രാസ്റ്റ് ഉണ്ട് ഇതിനോട്. അതായത് ഇപ്പം സതീഷ് പിന്നെ ഒരു കുഴപ്പമുണ്ടെന്ന് വിശ്വസിക്കുക. ഇതൊരു എക്സാമ്പിൾ വെറുതെ പറഞ്ഞു, നിനക്ക് കുഴപ്പമൊന്നുമില്ല, ഈ കുഴപ്പമാണെന്ന് സതീഷ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു അന്ന് സതീഷ് ഈ കുഴപ്പം തിരുത്തും. പക്ഷേ സതീഷ് ഈ കുഴപ്പം മരിക്കും വരെ ഐഡന്റിഫൈ ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരാളാണെന്ന് ചിന്തിക്കുക. ഞാൻ സതീഷെ നിന്റെ ഈ കുഴപ്പം ഞാൻ തിരുത്താൻ പോവാന്ന് പറഞ്ഞാൽ സതീഷ് എൻ്റെ അടുത്ത് നിന്ന് ഓടിയാകും. സതീഷിന് അങ്ങനെ കുഴപ്പമില്ല, സതീഷിന്റെ കാഴ്ചപ്പാടില്ല. അപ്പൊ സതീഷ് അറിയാതെ, സതീഷ് തിരിച്ച് കൗണ്ടർ ചെയ്യാതെ, സതീഷിൽ മാറ്റം വരുത്താൻ വേണ്ടി ഒരു ഗുരു കൗണ്ടർ ചോദ്യങ്ങളില്ലാതെ നടത്തുന്ന ഒരു പ്രോസസ്സിങ് ഉണ്ടാവും. അതൊരു പ്രക്രിയ ആയിരിക്കും. കാലങ്ങളായി കുറേ നാളെടുത്ത് ഞാൻ സതീഷിൽ വരുത്താൻ വരുന്ന ഒരു മാറ്റം ഞാൻ ഗുരുവാണെങ്കിൽ ചെയ്യും. ഈ മാറ്റം വന്നു കഴിയുമ്പോൾ മാത്രം, അതുവരെ സതീഷിന് എന്നോട് ചോദ്യം ചോദിക്കാനുള്ള റൈറ്റ് ഇല്ല. സതീഷിനെ ഞാൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ സതീഷ് ചെയ്തേ പറ്റത്തുള്ളൂ. സതീഷ് ചോദ്യം ചോദിച്ചാൽ ഒരു പക്ഷേ ഈ പ്രോസസ്, ഈ തെറാപ്പി നടക്കണമെന്നില്ല. അപ്പോൾ പക്ഷെ ഒരു 1.5 വർഷം കൊണ്ട് സതീഷിന് ഭയങ്കര ചേഞ്ച് ഉണ്ടായി. ഞാൻ സതീഷിനെ വിളിച്ചു നിർത്തി പറയാം, സതീഷേ നിനക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നു, ആ കുഴപ്പം മാറിയുകൊണ്ടാണ് നിനക്ക് ഇപ്പൊ ഇത്രയും ബെനിഫിറ്റ് ഉണ്ടായെന്ന് പറയുമ്പോൾ സതീഷ് കണ്ണ് നിറഞ്ഞ് ഗുരുവിന്റെ പാദാരവിന്ദ വീഴും. നേരെ കുറിച്ച് ഞാൻ സതീഷിന്റെ 1.5 വർഷത്തിന് പിൻപ്, സതീഷേ നിനക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഞാൻ ഇത് മാറ്റാൻ പറഞ്ഞ പോടാ ഗുരു എന്ന് പറഞ്ഞ സതീഷ്. അപ്പൊ ആ ഗുരു തലവും ഈ ട്രെയിനർ തലവും രണ്ടും പ്രാവർത്തികമാക്കേണ്ട, അല്ലെങ്കിൽ ആളെ അറിഞ്ഞ് പ്രയോഗിക്കേണ്ട രണ്ടും വേണം എന്നല്ലേ ചിന്തിക്കേണ്ടത്? ആയിക്കോട്ടെ, എനിക്ക് രണ്ടും കൂടെ ആവാൻ പറ്റൂല. ഗുരുക്കന്മാര് നിറയുണ്ടേ. ഗുരുവിൻ്റെതായ രീതികൾ ഫോളോ ചെയ്യേണ്ട ഒരാള് അത് ഗുരുമാർഗങ്ങൾ സ്വീകരിക്കുക. അല്ല, ഞാൻ എപ്പോഴും ഈ പറഞ്ഞതിൽ തന്നെ ഒരു കൗണ്ടർ ഉണ്ട്. അല്ല, കോച്ച്, ടീച്ചർ, ട്രെയിനർ, ഗുരു, ഇങ്ങനെ ഈ വാക്കുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ പലപ്പോഴും എന്നെ കൺഫ്യൂസ്ഡ് ആക്കാറുണ്ട്. ഞാൻ കുറച്ച് എനിക്കുള്ള ക്ലാരിറ്റി ഞാൻ പറഞ്ഞുതരാം. എല്ലാ ട്രെയിനറും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചുള്ള ഒരു ലൈഫ് കോച്ച് ഇങ്ങനെ ആയിരിക്കണം. ഇതിൽ പറഞ്ഞൊരു പ്രധാന സാധനത്തിൽ കൗണ്ടർ ഉണ്ട്. സതീഷിന് എന്തോ കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങളാണ് ഗുരു, നിങ്ങൾക്കറിയാം. പക്ഷെ സതീഷിന് അറിയില്ല. സതീഷിന് ഒരു കുഴപ്പമുണ്ടെന്ന് സതീഷ് പറയുകയാണെങ്കിൽ മാത്രമാണ് അതൊരു കുഴപ്പം. അല്ലെങ്കിൽ സതീഷിന്റെ മേലെ കുഴപ്പമുണ്ടെന്ന് പറയാനുള്ള അധികാരം നിങ്ങൾക്കാരെ തന്നെ? അല്ല, സതീഷിന്റെ ജീവിതത്തിൽ ഒത്തിരി ഡാമേജ് ചെയ്യുന്നുണ്ടെങ്കിലോ? ആ ഡാമേജും ആ കുഴപ്പവും ഒക്കെ അവൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവൻ അതിലൂടെ കടന്നു വന്ന് മനസ്സിലാക്കി വരുന്ന പോയിന്റിനുള്ളൊരു സമയം അവന് കിട്ടേണ്ടതുണ്ട്. നമ്മളതിൽ കയറി ഇടപെടാൻ പാടില്ല. ചില സാധനങ്ങൾ നമ്മൾക്കിപ്പോൾ റോഡിലൂടെ പോകുന്ന സമയത്ത് അവിടെ ഒരു ഹമ്പ് കാണുന്നത് അതൊരു മുഴയാണ്, അത് സ്മൂത്ത് റണ്ണിങ്ങിന് പ്രശ്നമുണ്ട്. പക്ഷെ അതിനൊരു ആവശ്യമുണ്ട് അവിടെ ആ മുഴയ്ക്ക്. ഇതേപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചില ദുശീലങ്ങൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ആ ദുശീലങ്ങളിലൂടെ എംപവറായി ചിലപ്പോൾ ആ ദുശീലങ്ങൾ പെട്ട് പഠിച്ച് പിന്നീട് തിരിച്ചു വന്ന് എംപവറായിട്ട് ഒരു 40 വയസ്സാകുമ്പോഴേക്ക് ലോകത്തെ തന്നെ വെളിച്ചം കാണിക്കേണ്ട ഒരു ഡി അഡിക്ഷൻ ട്രെയിനറായി മാറേണ്ട ആളായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും തിരിച്ചറിഞ്ഞ് അയാൾ സ്വയം തിരുത്തേണ്ടതല്ലാതെ നമ്മൾ അതിന് അയാൾ അറിയാതെ ഒരു ശ്രമം നടത്തരുതെന്ന് പറയും. ശ്രമം നടത്താം, അദ്ദേഹത്തെ തിരിച്ചൊന്നും മിണ്ടിപ്പോരുത്, പറഞ്ഞ് ചെയ്തോളണം എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. സതീഷിന്റെ ജീവിതത്തെ നശിപ്പിച്ച് കളയാനുള്ള സ്വാതന്ത്ര്യവും സതീഷിനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ഒരു ഗുരുസ്ഥാനത്തിരിക്കുമ്പോൾ ഈ അസംഷൻ ഉണ്ടെങ്കിൽ, സതീഷിന് എന്തൊരു കുഴപ്പമുണ്ട്,
ആ കുഴപ്പം സതീഷിന് അറിയില്ല, അത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിങ്ങനെ ഇപ്പൊ പറയുന്നില്ല അവന് കുഴപ്പമുണ്ടെന്ന്, അവന് കുറെ പരിശീലനങ്ങൾ കൊടുക്കുന്നു, 1.5 കൊല്ലം കഴിയുമ്പോൾ അവന്റെ പ്രശ്നം മാറുന്നു എന്ന് പറയണമെങ്കിൽ ആദ്യം ഞാൻ ഇത് വിശ്വസിക്കണ്ടേ, സതീഷിനൊരു കുഴപ്പമുണ്ട് എന്ന്. സതീഷ് എന്നോട് സാർ എനിക്കൊരു കുഴപ്പമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ ഞാൻ കുഴപ്പമുണ്ടെന്ന് വിശ്വസിക്കുള്ളൂ. അല്ലാതെ ഒരാൾക്ക് കുഴപ്പമുണ്ടെന്നോ അല്ലെങ്കിൽ ഒരാൾ ഓക്കെ ആണെന്നോ ലേബൽ ചെയ്യുന്ന ജഡ്ജ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഒരു മനുഷ്യൻ ഇതാണെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ, എൻ്റെ മുന്നിൽ പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ട്. സോ ദേ ആർ ഡൂയിങ് പ്രോസ്റ്റിറ്റ്യൂഷൻ. അവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക, അവർ നിർത്തിയിട്ട് വന്നൊന്നുമല്ല. അഗൈൻ നാളെയും പോയിട്ട് അതിനെ ചെയ്യാൻ പോകുന്നു. അവർക്ക് എന്തോ ഒരു പ്രശ്നം വന്ന സമയത്ത്, അവർക്കൊരു മാനസിക സംഘർഷമോ സമ്മർദ്ദം വന്ന സമയത്ത് എന്നെ വന്ന് കാണുന്നു. ഞാൻ അവരോട് പറയാണ്, പിന്നെ നിങ്ങൾ പ്രോസ്റ്റിറ്റ്യൂഷനും ചെയ്തുകൊണ്ട് പിന്നെ ഡിപ്രഷൻ വരാതിരിക്കുമോ, നിങ്ങൾക്ക് ടെൻഷൻ വരാതിരിക്കുമോ, നിങ്ങൾ ആ പണി നിർത്തുന്നാലേ ഇതൊക്കെ ശരിയാവുള്ളൂ എന്ന് ഞാൻ പറയില്ല. ഞാൻ അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആണ് സംഘർഷത്തിന് കാരണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നില്ല ആണ് എന്ന്. ചില ആളുകൾക്ക് പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ സംഘർഷം ഉണ്ടാവാമേ. അവരുടെ വാല്യൂ സിസ്റ്റം വേറെ ആയിരിക്കും, സാഹചര്യം ഇങ്ങനെ ആക്കിയിട്ടുണ്ടാവും, അപ്പോൾ അവർക്ക് സംഘർഷം ഉണ്ടാവും. ചില ആളുകൾ അതിൽ ഓക്കെ ആയിരിക്കും, പല ടൈപ്പ് ആളുകളല്ലേ. അവരിൽ നിന്ന് ഞാനത് കേൾക്കണം, അല്ല ഞാൻ പ്രെഡിക്റ്റ് ചെയ്യൊന്നുമില്ല നിങ്ങളിത് ചെയ്യുന്നതുകൊണ്ടാണ് അത് വരുന്നത് എന്നുള്ളത്. ചില ആളുകൾ ഭയങ്കര ഈശ്വര വിശ്വാസം ഉണ്ടാവും, അല്ലെങ്കിൽ ചിലർ നിരീശ്വരവാദിയായിരിക്കും. ഇങ്ങനെയുള്ളവരൊക്കെ നമ്മളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ ഈശ്വര വിശ്വാസം കൂടെ ഒന്നുണ്ടെങ്കിലേ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ എളുപ്പമായിരിക്കും ഞാൻ ഗൈഡ് ചെയ്യില്ല. ചില ആളുകൾക്ക് ഒരുമാതിരി ഈശ്വര വിശ്വാസം ഉണ്ടാവും. കാരണം ആ ഈശ്വര വിശ്വാസം ചിലപ്പോൾ അങ്ങനത്തെയൊക്കെ ഈശ്വര വിശ്വാസം അത്ര നല്ലതായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് തോന്നും. എന്നാലും നിങ്ങളെ ആ ഈശ്വര വിശ്വാസമൊക്കെ ഒന്ന് കുറച്ചിട്ടേ ഒന്ന് പ്രാക്ടിക്കലാക്കാൻ നോക്ക് എന്ന് ഞാൻ പറയില്ല. എൻ്റെ മുന്നിൽ അങ്ങനത്തെ ശരിയും തെറ്റും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. ലോകത്തിൽ കോമൺ ആയിട്ടുള്ള ശരികളോ തെറ്റുകളോ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ ശരി, എനിക്ക് എൻ്റെ ശരി. പിന്നെ ഇവിടെ ഒരു കോമൺ ശരിയുണ്ട്, ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമമാണ് ഇവിടുത്തെ കോമൺ ശരി. ഇത്രയേ ഉള്ളൂ എൻ്റെ കോൺസെപ്റ്റ്. സോ അപ്പോൾ ഗുരുസ്ഥാനം എന്ന് പറയുന്ന സാധനം ഇവിടെ ആവശ്യമില്ലല്ലോ. എൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇഫ് എ പേഴ്സൺ നീഡ് എ ഹെൽപ്പ്, ഇവിടെ ഒരു സഹായം വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്തോ ഇമ്പ്രൂവ് ആകാനുണ്ട്, ഇമ്പ്രൂവ് ആകേണ്ടത് ഏതാണെന്നൊരു ഏകദേശ ധാരണയുമുണ്ട്. പക്ഷെ അത് ശരിക്കും ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ, ശരിക്കും അത് ചെയ്തെടുക്കുവാൻ അദ്ദേഹത്തിന് തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ ആ ഇൻസിഡൻറ്റിൻ്റെ ഇമോഷൻ വളരെ ശ്രദ്ധിക്കണം. എന്നോട് ചില ആളുകൾ പറയാറുണ്ടേ, നിങ്ങളിങ്ങനെ ഒരുപാട് പേരുടെ പ്രശ്നം മാറ്റി കൊടുത്ത ആൾക്ക് ഒരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും? ഞാൻ പറയും, ഒരു മെൻ്റൽ പ്രശ്നമാണെങ്കിൽ ഞാൻ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകും. കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള പ്രശ്നം സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകും. അല്ല ഒരു ലീഗൽ പ്രശ്നമാണെങ്കിൽ ഞാൻ വക്കീലിൻ്റെ അടുത്ത്, കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പോകും. അപ്പം നിങ്ങൾക്ക് പ്രശ്നം വരുമല്ലേ, പിന്നെ വരാതെ ഞാൻ ഇതിൽ നിന്ന് എന്തിനെങ്കിലും മുക്തനാണോ? എനിക്കിത് സകലത് അരച്ച് കലക്കി കുടിച്ച മനുഷ്യനാണെന്ന് വിചാരിച്ചോ? സകല രഹസ്യങ്ങളും അറിയാം, സൈക്കോളജിക്കൽ സീക്രട്സും സ്പിരിച്വൽ സീക്രട്സും ഒക്കെ അറിയാമെങ്കിൽ എനിക്ക് വന്നൂടെ? ഒരു 1000 കാർഡിയാക് സർജറി ചെയ്തിട്ടുള്ള ഒരു ഡോക്ടർക്ക് കാർഡിയാക് അറസ്റ്റ് വന്നൂടെ? അവിടെയാണ് പരസ്പരം എന്ന വാക്ക്. നിങ്ങളുടെ കണ്ണിൽ കരട് പെട്ടാൽ ഞാനത് എടുത്തു തരാം. അപ്പം എൻ്റെ കണ്ണിൽ കരട് പെട്ടാലോ ഞാൻ എന്നെ എടുക്കേ? ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എടുത്തു തരിക, വേറെ ആരെ കൊണ്ടെങ്കിലും എടുപ്പിക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവെ അങ്ങ് പറഞ്ഞ ഒരു ചിന്തയുണ്ട്. അതായത് സ്ഥിരമായി ഇപ്പോൾ ഒരാളെ ഗൈഡ് ചെയ്യുന്ന ഒരാൾ നാളെ ഒന്ന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഇവൻ എത്ര പേരെ ഗൈഡ് ചെയ്താ അല്ലേ, ഇവനൊക്കെ ഏതൊക്കെ ബിസിനസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ബിസിനസ് കോച്ചുകളെ പറ്റി പറയാറില്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അപ്പൊ അവിടെ ഈ പ്രശ്നം സംഭവിക്കുമ്പോൾ നമുക്ക് പുറത്തു നിന്നൊരു കരുത്ത്, ഒരു കരുണ, അത്രേ ഉള്ളൂ. അതാണ് ഒരു ട്രെയിനർ. അതായത് നിങ്ങളുടെ വണ്ടി കേടുവന്ന് കിടക്കുമ്പോൾ എൻ്റെ വണ്ടി കൊണ്ടുവന്നാൽ അത് വലിച്ചു കൊണ്ടുപോകാൻ പറ്റും. എൻ്റെ വണ്ടിയുടെ പിന്നാലെ ഹുക്കുണ്ട്, നിങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലും ഹുക്കുണ്ട്, എന്തായാലും വലിച്ചു കൊണ്ടുപോകാൻ പറ്റും. അപ്പം എൻ്റെ വണ്ടി ഒരു കേമനും നിങ്ങളുടെ വണ്ടി ഒന്നിനും കൊള്ളാത്തതും ആയതുകൊണ്ടാണോ? സാഹചര്യമാണ്. നാളെ എൻ്റെ വണ്ടി കേടുവന്ന് കിടക്കുമ്പോൾ ഞാൻ തിരിച്ചു വിളിക്കും, ഒന്ന് കുട്ടിയുടെ ഒന്ന് വരുമോ, എൻ്റെ വണ്ടി കേടായി കിടക്കേണ്ടത്. ഇതാണ് മനുഷ്യ ജീവിതം. അപ്പം ഞാനൊരു ട്രെയിനർ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ എല്ലാം തികഞ്ഞൊന്നുമല്ല. ഒരു ബ്രെയിനിനെ ഹയർ ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക എന്നറിയോ? എനിക്കൊരു പ്രശ്നം വന്നാൽ, എനിക്ക് വന്നൊരു പ്രശ്നം, എൻ്റെ ഭാര്യയായിട്ടൊരു അടി ഉണ്ടായെന്ന് വിചാരിച്ചു, ഉദാഹരണമാണ്. 1000 പേരുടെ ഭാര്യയുമായിട്ട് അടി ഉണ്ടായപ്പോൾ അവർക്കൊക്കെ ഗൈഡൻസ് കൊടുത്തവനാണ് ഞാൻ. പക്ഷെ എൻ്റെ ഭാര്യയായിട്ട് എനിക്കൊരു അടി ഉണ്ടായി. അപ്പം എനിക്ക് ആ ഗൈഡൻസ് വർക്കാവണില്ല, ആ അറിവുണ്ട്, ആ അറിവ് വർക്കാവണില്ല. അങ്ങനെ എന്നെ സംഭവിക്കില്ല, എനിക്കറിയാം. ഇതൊരു പുതിയ പ്രശ്നമാണ്. അതുകൊണ്ടല്ല ആ പ്രശ്നം ഞാനാ അനുഭവിക്കുന്നത്. ആ പ്രശ്നം ഞാൻ അനുഭവിക്കുമ്പോൾ എൻ്റെ ലോജിക് ബ്രെയിൻ അല്ല വർക്ക് ചെയ്യുക, ലിംബിക് സിസ്റ്റം വർക്ക് ചെയ്യുക, ഇമോഷണൽ ബ്രെയിൻ, ബാക്ക് ബ്രെയിനാ വർക്ക് ചെയ്യുക.
ബാക്ക് ബ്രെയിൻ അമിതമായി പ്രവർത്തിക്കുന്ന ഒരു മൊമെന്റിൽ ഫ്രണ്ട് ബ്രെയിൻ ഷട്ട് ഡൗൺ ആവും. അവിടെ നിന്ന് ഒരു സാധനം എടുക്കൂല, അവിടെ ക്ലോസ് വീഴും, അവിടെ ഷട്ടർ വീഴും. ഇതൊരു ചേഞ്ച് ഓവർ സ്വിച്ച് പോലെയാണ്. അപ്പം എൻ്റെ ഈ പ്രിഫ്രണ്ടൽ കോർട്ടക്സിനെ പ്രവർത്തിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വേറെ ഇമോഷൻ ബാധിക്കാത്ത ഒരു മനുഷ്യൻ എന്നോട് സംസാരിക്കണം. നീ അങ്ങനെ ചിന്തിച്ചു നോക്കടാ, ഇത്രയും കാലം നീ സന്തോഷിച്ചാൽ ഇതിപ്പോൾ ഒരു ദിവസത്തെ കാര്യമല്ലേ. ഇങ്ങനെ എന്നെ പണ്ട് സമുദ്രം ചാടാൻ കഴിവില്ലാതെ ഇരുന്ന ഹനുമാന്റെ മുന്നിൽ നീ സൂര്യനെ ചാടിയവൻ പിടിക്കാൻ പോയവനാണെന്ന് പറഞ്ഞ് ജാമ്പവാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ആ സാധനം ഇങ്ങോട്ട് കിട്ടിയില്ലേ, മെമ്മറി പോയ സാധനം ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലേ. പഴയ ലൈഫ് കോച്ചാണ് ജാമ്പവാൻ. അതെ, ഹനുമാന് പുതിയതായി ഒന്നും ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തൊന്നുമില്ല. ഹനുമാനിൽ ഓൾറെഡി ഉള്ള ഒരു കഴിവ് ഓർമ്മിപ്പിച്ചു കൊടുത്തു, വാക്കുകളുടെ ശക്തി. ഇതേപോലെ ഒരു ട്രെയിനർ ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ വേറൊരു ട്രെയിനർ ഇതുപോലെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ ലൈഫ് കോച്ച് ട്രെയിനർ എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും അത്ഭുതമായ കഴിവുള്ളവനോ സാധാരണ മനുഷ്യനിൽ നിന്നും മേലെ നിൽക്കുന്ന ഗുരു സ്ഥാനമുള്ളവനൊന്നുമല്ല. മനുഷ്യനെ ജഡ്ജ് ചെയ്യാതെ കേൾക്കുകയും അവൻ്റെ നീഡ് എന്താണോ അത് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ഈ തലച്ചോറും കൂടെ ചിന്തിക്കാൻ അസിസ്റ്റ് ചെയ്യാൻ പഠിക്കുകയാണ് ഇവിടെ. ഇത് ശരിക്കും ഒരു ലൈഫ് കോച്ചിൻ്റെ ഒരു ട്രെയിനറുടെ ആവശ്യമില്ല. നിങ്ങൾ വിചാരിച്ചാൽ, നിങ്ങളെന്ന് പറഞ്ഞാൽ ഈ കാണുന്നവരെല്ലാവരും കൂടെ വിചാരിച്ചാൽ നമ്മൾക്കൊക്കെ പണിയില്ലാതെയാക്കാൻ പറ്റും. പരസ്പരം വീട്ടിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ ചെയ്താൽ മതി. ഒരാൾക്കൊരു കാര്യം തുറന്നു പറയാൻ, നിങ്ങൾക്ക് ഒരു കാര്യം വളരെ ഓപ്പണായിട്ട് സംസാരിക്കണം. നിങ്ങൾക്ക് വീട്ടിലുള്ള ഒരാളോട് സംസാരിച്ചാലേ നാളെ ചിലപ്പോൾ അത് എല്ലായിടത്തും എത്തിയിട്ടുണ്ടാവും. ഒന്നാമത്തെ പ്രശ്നം ചിലപ്പോൾ അത് എല്ലായിടത്തും എത്തിയിട്ടുണ്ടാവും. രണ്ടാമത്തെ പ്രശ്നം, മൂന്നാമത്തെ ദിവസം മുതൽ നിങ്ങളെ തന്നാണെന്നിട്ട് ഇത്രയും കാലം വിലയിരുത്തും. നിങ്ങളെ ജഡ്ജ് ചെയ്യാതെ, നിങ്ങളെ പലയിടത്തും പോയി അത് പബ്ലിഷ് ചെയ്യാതെ നിങ്ങളെ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ ഇവിടെ ഒരു ട്രെയിനറും ലൈഫ് കോച്ചും ലിസണേഴ്സ് ഒന്നും വേണ്ട. ശരിക്കും ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ആളുകൾ ഈ അമ്പലത്തിലിരിക്കുന്ന ആ മൂർത്തിയെ നോക്കിയിട്ട് ഇത്രയും മനസ്സ് തുറന്ന് സംസാരിക്കാൻ കാരണം എന്താ അറിയോ? ആ മൂർത്തി ഇന്നേവരെ ഇങ്ങോട്ട് തിരിച്ച് സംസാരിച്ചിട്ടില്ല. ആ മൂർത്തി ഇന്നേവരെ നിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിനക്ക് ഇതേ വരൂ എന്ന് പറഞ്ഞിട്ടില്ല. ആ മൂർത്തി ഇന്നേവരെ അടുത്ത വീടുകളിൽ പോയി പറഞ്ഞിട്ടില്ല. ആ മൂർത്തി ഇന്നേവരെ നമ്മളെ ജഡ്ജ് ചെയ്തിട്ടില്ല, നമ്മളെ പരിഹസിച്ചിട്ടില്ല, നമ്മൾക്ക് ഉപദേശം തരാൻ വന്നിട്ടില്ല, നമ്മളെ പറഞ്ഞു പരത്താൻ നടന്നിട്ടില്ല. ഇങ്ങനെ ഒരാളെ നമുക്ക് കിട്ടാണ്ടെങ്കിൽ ആരും മൂർത്തികളോട് സംസാരിക്കില്ല. ഈ കുമ്പസാരത്തിൻ്റെ ഒക്കെ ഒരു സൈക്കോളജി അതാണ്. ഇത് മനുഷ്യന് ആവശ്യമുള്ള സാധനമാണ്. അത് ഓരോ വീടുകളിൽ അവൈലബിൾ ആയാൽ ഞങ്ങളുടെയൊക്കെ പണി പോകും. ആ വീടുകളിൽ അങ്ങനെയുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളൊക്കെ ജീവിച്ചു പോകും. എന്തായാലും നമുക്ക് ഇത്രയും സമയം രസകരമായിരുന്നു. അനിൽജി, എല്ലാ വീടുകളിലും ഇത്തരം ആൾക്കാർ ഉണ്ടാവട്ടെ. എനിക്ക് പണി പോയാലും ഒരു കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. അല്ല, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അല്ലെങ്കിൽ ഈ ഒരു താങ്ങും തണഞ്ഞു വായി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. തുടർന്നും ABCയുടെ ഭാഗമായി നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കേൾക്കാൻ കഴിയട്ടെ. കാരണം ഞാൻ ഒരൊറ്റ വാക്ക് ചോദിച്ചപ്പോൾ ഒരു എപ്പിസോഡാണ് ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ എല്ലാ ലൈഫ് ചേഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സും നമുക്ക് വിശദമായി അടുത്ത എപ്പിസോഡുകളിൽ ചെയ്യാം. അപ്പോൾ ഇത്രയും സമയം ABC പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പുതിയ അറിവ് തന്നതിന് എല്ലാവിധ നന്ദിയും ആശംസകളും. നമസ്കാരം. താങ്ക് യു.